കഴിക്ക്. വഴി തെറ്റിയ പോലെ മൂത്ത ആങ്ങളെ ഒരു ദിവസം കയറി വന്നു. 10-12 വർഷത്തിന് ശേഷം ആദ്യത്തെ സംഭവമാ. ചക്കയും മാങ്ങയെല്ലാം കൂടെ കുറച്ചുണ്ടായിരുന്നു. വന്നേ ഉള്ളൂ. മിണ്ടലും വിശേഷം ചോദിക്കലും ഒന്നും ഉണ്ടായില്ല. ഒന്ന് തല കാണിച്ചു. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ? എന്ത് പറഞ്ഞാ വരിക? ഇത് വല്ലാത്ത കഷ്ടാ. ചെമ്പേരി പാപ്പന്റെ ഭാര്യയാണെന്ന് പറയാൻ അവകാശമില്ല, എന്നാ ആണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മോളെ, എന്തിനാ അതിങ്ങനെ? ആൾക്കാര് ചീത്തപ്പേരിൽ പറയുകയും ചെയ്യും. കരയണ്ട. കൊളക്കടവിലും പാടത്തൊക്കെ പെണ്ണുങ്ങൾ ചർച്ച ചെയ്യണത്. ഞാനിടയ്ക്ക് തർക്കിക്കാൻ ചെല്ലും. എന്താ കാര്യം? എന്റെ വിധിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭീഷണിപ്പെടുത്തി അവകാശം സ്ഥാപിച്ചു എന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കും, അതിന് നിന്നു കൊടുത്തിട്ടല്ലേ എന്ന്. മോൻ ഇറങ്ങിപ്പോകുമ്പോഴും അതാ പറഞ്ഞത്. ഒരിക്കൽ അവൻ അച്ഛനെന്ന് വിളിച്ചേനെ. ഒറ്റ ചവിട്ടാ പാടത്തേക്ക്. കാലുകുത്തി നടക്കാൻ വയ്യാതെ ദേഹത്ത് മുഴുവൻ ചെളിയുമായിട്ട് വന്ന് എന്റെ മുമ്പിൽ നിന്നു. ചെമ്പേരിപ്പാപ്പൻ എന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ മിണ്ടാണ്ടായി പോണവരെ. സാരയില്ല, ഇങ്ങനെ കുറച്ചു കാലം കൂടെ ജീവിക്കണമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കണേന്ന്. എന്നിട്ട് തല്ല് കിട്ടിയോ? ചിറ്റ എന്റെ കാര്യം ചോദിക്കുമ്പോ അതാ കിട്ടാറ്. എന്തിനാ ചോദിക്കണേ? പാടത്ത് മുളയ്ക്കണ കള പോലെ ഒന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാനും അത്ര തന്നെ ഉള്ളൂ. ഉത്തരക്കുട്ടിയേ, തറവാട്ടി തിരക്കുന്നുണ്ട്. ആ ഡൽഹിക്കാരി വന്നിരിക്കുന്നു. എന്റെ ഈശ്വരാ, ദേ പിടിച്ചേ, ഞാൻ പോട്ടെ. നീ ഇത് തിന്നിട്ട് പോ. എന്നാ പിന്നെ എന്നെ തിന്നും. വാസോട്ട് പൊയ്ക്കോ, ഞാൻ പാടത്തൂടെ വന്നോളാം. പെട്ടെന്ന് എത്താലോ. പോട്ടെ. വാസുവേ, എന്തോ? വന്ന കുട്ടിയെ കണ്ടോ വാസു? ആ, കണ്ടു. ഇടയ്ക്ക് വരുന്ന എനം പോലെ തന്നെ. ആര് വന്നാലും ആ കുട്ടി ഇങ്ങനെ പ്രാണയും കൈ പിടിച്ച് ഓടി നടക്കണം. വല്ലപ്പോഴും തമ്പ്രാനോടൊന്ന് പറയണം, അതും ഒരു മനുഷ്യക്കുട്ടിയാണെന്ന്. ഞാൻ പോവാ. ജാനുച്ചി എവിടായിരുന്നു? കാണാഞ്ഞ് ബഹളമായിരുന്നു. എവിടായിരുന്നു? അത് ഞാൻ ഇങ്ങോട്ട് വരിക. ആ, അടുക്കളപ്പുറത്തിനപ്പുറത്തേക്ക് സൗഹൃദം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശേഷപ്പെട്ട ആരെങ്കിലും വന്ന് കയറുന്നതിനൊക്കെ വലിയ എന്ത് ചടങ്ങാ നിനക്ക് പുറത്തുള്ളത്? മടിക്കണ്ട, സംസാരിച്ചോളൂ. ആ, നിഷേധിക്കാനൊരു വാസന എനിക്ക് മനസ്സിലാവണുണ്ട്. കൂട്ടാ കുഴപ്പമെങ്കില് അതാ ആദ്യം മുറിക്കുക. ഡൽഹിയിൽ നിന്നൊരു പെങ്കൊച്ചു വന്നിട്ടുണ്ട്. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വയ്ക്കണോ? വേണ്ട. വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് കണ്ണീരൊലിപ്പിക്കാനും അമ്മയെ കുഴിച്ചിട്ട് മണ്ണ് മാന്താനും ഒന്നിനും നിൽക്കണ്ട. മനസ്സിലായോ? പിന്നെ മോളിൽ കിടക്കുന്ന ശവം ഉണ്ടല്ലോ, ചിറ്റ, അതാ പെൺകുട്ടിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണ്ട. ചെമ്പേരി തറവാട് കാണാൻ വന്നവര് അശുഭങ്ങളൊന്നും കാണണ്ട. മനസ്സിലായോ? എന്തെങ്കിലും ഒരു കുറവാ പെങ്കൊച്ചിന് തോന്നിയ എവിടെ ജാനുച്ചി വന്ന ആള്? വന്ന് അകത്ത് കയറി നേരെ പുറത്തിറങ്ങിപ്പോന്ന കണ്ടു. എങ്ങട്? ഈ പോയതിന്ന് മുറിച്ചൊരു കഷ്ണമാ. കണ്ടാലറിയാം കയ്യിലിരിപ്പ് ശരിയല്ലാന്ന്.
കാണാൻ ഭംഗിയുണ്ടോ? ആവോ, വലിച്ചു കയറ്റിയിടുന്ന കുറെ കാൽസ്രായും കുതിരവാലു പോലെ മുടിയും പൊക്കി വെച്ചിട്ടുണ്ട്. ഇവറ്റകളെയൊക്കെ കാണാൻ ഭംഗിയുണ്ടോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഭംഗിയെന്ന് പറഞ്ഞ ഉത്തരക്കുട്ടിയെ പോലെ വേണം. കണ്ടാ കണ്ണെടുക്കാൻ തോന്നരുത്. പിന്നെ എനിക്കെന്ത് ഭംഗിയാ? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിഞ്ഞൂടാ. എന്തായാലും ഇത്രയും ഭംഗിയുള്ള ഒരാള് ഇതുവരെ ചെമ്പേരി പറന്നിട്ടില്ല. May I come in? Yes. Good morning. Ha! Hi! My goodness! ഞാൻ രാവിലെ വന്ന് ചാടി ദ ഗ്രേറ്റ് ചെമ്പേരി തറവാട്ടിൽ. ഒന്ന് വിളിക്കായിരുന്നില്ലേ തനിക്ക്? ആ, അപ്പൊ ഈ സർപ്രൈസ് പോവില്ലേ? നേരെ ഇങ്ങോട്ടാ വെച്ച് പിടിച്ചത്. എത്ര ദിവസമുണ്ട് ഇവിടെ? തീരുമാനിച്ചില്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ തന്നോട് എന്റെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച്? ട്രൈബൽ ലൈഫ്? യാ. ദേ, എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. ഐ വിൽ അറേഞ്ച്. ഈ നാട്ടിൽ വന്നിട്ടോ? ഇവിടെ സൂര്യൻ ഉദിക്കണമെങ്കിൽ ചെമ്പേരി പാപ്പം വിചാരിക്കണം. ട്രൈബ്സിനെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് പോണ്ട. വേണമെങ്കിൽ എല്ലാത്തിനെയും അടിച്ചു തെളിച്ച് ചെമ്പേരിയുടെ ഉമ്മറത്ത് കൊണ്ടുവന്ന് വെക്കും മൂപ്പര്. എക്സാക്ട്ലി. ഞാനൊരിക്കൽ ഒന്ന് തെരഞ്ഞു ചെന്നിരുന്നു കക്ഷിയെ. ഒരു പക്ക നാട്ടുരാജാവ്. ആഹാ, എന്തിനായിരുന്നു? ദ ഗ്രേറ്റ് പോയറ്റ് ചെമ്പേരി കുഞ്ഞനന്ദൻ തമ്പുരാന്റെ കവിതകളുടെ റൈറ്റ്സ്. അതിപ്പോഴും ഒരു തർക്കത്തിൽ കിടക്കുക. തർക്കോ? യെസ്. അവിടെ ഒരു കുട്ടിയില്ലേ, ഉത്തര. ഹൂസ് ദാറ്റ്? അങ്ങനെ ഒരാളെ അവിടെ കണ്ടില്ല. ഉണ്ട്. തമ്പുരാൻ പറഞ്ഞത് അവിടുത്തെ ജോലിക്കാരിയാന്ന. എനിവേ, എന്റെ കുറച്ച് പണം അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ചെമ്പേരിയിലെ കാര്യമായിട്ട് താനതെന്താ എന്നോട് പറയാതിരുന്നത്? തനിക്കറിയാലോ, എന്റെ ബിസിനസ് കാര്യങ്ങൾ ത്രൂ പ്രോപ്പർ ചാനലിലല്ലാതെ ഒരാളുടെ അഡ്വൈസും സഹായവും ഞാൻ സ്വീകരിക്കാറില്ല. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയില് താൻ എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യുപകാരം സ്വീകരിച്ചേ പറ്റൂ. താൻ ആ ഡീറ്റെയിൽസ് ഇങ്ങതാ. ഒരു തർക്കവും ഇല്ലാതെ റൈറ്റ്സ് തന്റെ മേശപ്പുറത്തെത്തിയിരിക്കും. പ്രായച്ചിത്വമായിട്ട് ആ കക്ഷിയെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ഓക്കെ, തമ്മ. പറയാൻ അവകാശം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇവിടെ ഒന്ന് കെട്ടിമറയ്ക്കാൻ. കാക്കയും കിളികളും ഒക്കെ കാഷ്ടിക്ക. അവർക്കെന്ത് ഭക്തിയല്ലേ. എനിക്ക് കാണുമ്പോ സങ്കടമുണ്ട്. പക്ഷെ നിവർത്തി എന്താ? ആരാ? താനാരാ? എന്റെ പേര് ഉത്തരെന്ന്. ഓ, അപ്പൊ ഇതാണ് കഥാപാത്രം. കുറച്ചു മുമ്പേ കേട്ടു തന്റെ കുറെ പുരാണങ്ങള്. ജോലിക്കാരൊക്കെ ഉത്തരക്കുട്ടി ഉത്തരക്കുട്ടി എന്ന് പറഞ്ഞു കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. ഒക്കത്തിനെ മണിയടിച്ചു വെച്ചേക്കല്ലേ? മണിയടിക്കൊന്നും വേണ്ട. അവരോട് സ്നേഹത്തോടെ പെരുമാറിയാ മതി. അത് തിരിച്ചു കിട്ടും. കുട്ടിയാണോ ഡൽഹിന്ന് വന്നത്? കോൾ മീ കാവ്യ. എനിക്ക് വിളിയൊന്നും പിടിക്കില്ല. കാവ്യയാണോ ഡൽഹിന്ന് വന്നത്? ഞാനൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് കാവ്യ ഏതോ കോഴ്സിന് പോയിരിക്കുകയായിരുന്നു. ആ, അതെന്തോ ആയിക്കോട്ടെ. ആ, താൻ ഇത് കൊണ്ടുപോയി ചിറ്റയെ കൊണ്ട്, അങ്ങനെയല്ലേ അവരെ വിളിക്ക, ആ സുഖമില്ലാത്ത സ്ത്രീയെ? ചിറ്റയ്ക്ക് അസുഖമൊന്നുമില്ല. ഐ എം സോറി. എന്റെ അറിവില് അസുഖമില്ലാത്ത ആരെയും ചങ്ങലക്കിടാറില്ല. ആ, അതെന്തോ അതെന്റെ മാറ്ററും അല്ല. താൻ അവരെ കൊണ്ട് ഇതൊന്ന് ഒപ്പിടിക്കണം. എന്താ ഇത്? കവി ചെമ്പേരി കുഞ്ഞനന്ദന്റെ ഒരു... കുഞ്ഞനന്ദൻ തമ്പുരാന്നാ പറയാ. ആ, അത് തന്നെ. അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചില്ലേ? അയാൾ എന്റെ ഫ്രണ്ടാ, സി ഡി.
അയാളുമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചതാണല്ലോ. താൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. അയാൾ ആകെ ഡിസ്റ്റർബ്ഡാ. അയാളുടെ ഒരു പ്രോജക്റ്റാ ഇല്ലാതായത്. അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരിക്കാ. പെട്ടെന്ന് പോയിട്ടോ. കാവ്യ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊന്നും കാവ്യക്ക് അറിയില്ലല്ലോ. ഓ, ഇതിലൊന്ന് സൈൻ ചെയ്തതുകൊണ്ട് എന്ത് കുഴപ്പം വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം. ആ ഭ്രാന്തിക്കെന്താ ഈ റൈറ്റ്സ് കൊണ്ട് കാര്യം? ചിറ്റയെ അങ്ങനെ വിളിക്കരുത്. വിളിച്ചാലെന്താ? വിളിക്കരുതെന്ന് പറഞ്ഞ വിളിക്കണ്ട. ചിറ്റ ഒന്നും ഒപ്പിടില്ല. പേരിനെങ്കിലും എന്തെങ്കിലും ഒരു അവകാശം അതിന്റെ പേര് കിടക്കട്ടെ. അതൊന്നും താൻ നിശ്ചയിക്കണ്ട. കാവ്യ, ആർക്കെങ്കിലും ഒന്ന് ഓടി വന്ന് തീർക്കാവുന്ന അല്ല ചെമ്പേരിയിലെ പ്രശ്നങ്ങൾ. താൻ എന്റെ പ്രശ്നങ്ങളൊന്നും പഠിപ്പിക്കണ്ട. തനിക്കിത് സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റൂല്ലയോ? എനിക്ക് പറ്റില്ല. വേണ്ട, അവരെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിപ്പിച്ചോളാം. വേണ്ട, ചിറ്റയുടെ അടുത്തേക്ക് പോണ്ട. പറയുന്നത് കേൾക്ക്. ഇനി ഇക്കാര്യത്തിൽ താൻ ഇടപെടണ്ട. അതെ, നിങ്ങൾ ഇതിലൊന്ന് ഒപ്പിട്ടെ. നോക്കൊന്നും വേണ്ട, ഒപ്പിട്. ആരാ? ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാ, കാവ്യ. എന്റെ ഫ്രണ്ട് ചന്ദ്രദാസ ചെമ്പേരി കുഞ്ഞനന്ദൻ തമ്പുരാന്റെ കവിതകളുടെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അതിനെ എതിർത്തിരുന്നോ? ആരാ നിങ്ങളെ കൊണ്ടത് ചെയ്യിച്ചത്? മോളെ, എനിക്കറിയില്ല. എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണേ? നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ആ വേലക്കാരി പെണ്ണല്ലേ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തത്? ദാ, ഇതിലൊരു ഒപ്പിട്ട് തന്നേക്ക്. അവളിവിടുത്തെ തമ്പുരാട്ടിയെ പോലെ എന്നോട് സംസാരിച്ചത്. വരട്ടെ, തമ്പുരാനോട് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട് അവക്ക്. ദ്രോഹിച്ചത് പോലെ നിനക്കൊക്കെ അല്ലേ? അവള് തമ്പുരാട്ടി തന്നെയാ. കേറി വരുന്ന നിനക്കൊന്നും അവളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്റെ ഉത്തരമോൾ എന്തെങ്കിലും പറഞ്ഞോ കൊല്ലും ഞാൻ. എങ്ങനെ? തോന്നിവാസം കാണിച്ചാലുണ്ടല്ലോ. ഞാനൊന്ന് ഒപ്പിടാൻ പറഞ്ഞതാ. പുറത്തുനിന്ന് വരുന്നവരോടാണ് ഇതിന്റെ ഭ്രാന്ത് കാണിക്കുന്നത്. കുട്ടിയോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. എന്തിനാ ഇതിനെ കൊല്ല ചെയ്യിക്കുന്നത്? ഇനി ഒന്നും ചെയ്യല്ലേ, വെറുതെ വിട്ടു പോവോ? ചെമ്പേരിയിൽ ആര് വന്നാലും അത് ചെമ്പേരി തമ്പുരാന്റെ അതിഥികളാ. അവരെ അപമാനിച്ച ക്ഷമിക്കില്ല ഞാൻ. അത് പറഞ്ഞ് മനസ്സിലായി കൊടുത്തേക്ക്. പേടിച്ചു എന്റെ മോള്. സാരമില്ല കേട്ടോ. എന്തിനാ വെറുതെ